വളപട്ടണം കവർച്ചാ കേസിലെ പ്രതി ലിജേഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷാണ് കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുക. പ്രതിയെ ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടേക്കും. മനോജ് ചേരുന്നുണ്ട്. മനോജ്, വളപട്ടണത്തെ കവർച്ച മാത്രമല്ല കീച്ചേരിയിൽ ഒരു കവർച്ച കൂടി ലിജേഷ് നടത്തിയതായി ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കവർച്ച കേസുകളിൽ തുമ്പുണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ പോലീസിന്? അർജുൻ, അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. വളപട്ടണം മന്നയിലെ അരിവ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 267 പവനും 1,21,00,000 രൂപയും കവർന്ന കേസിൽ അറസ്റ്റിലായ അയൽവാസിയായ CP ലിജേഷിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷാണ് ഇന്ന് കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. വളപട്ടണത്തെ കവർച്ചയ്ക്ക് പുറമെ കീച്ചേരിയിൽ 1 വർഷം മുമ്പ് നടന്ന കവർച്ചയ്ക്ക് പിന്നിലും ലിജേഷ് ആയിരുന്നു. ഇത് ചോദ്യം ചെയ്യലിൽ തെളിയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വേറെയും കവർച്ച പ്രതി നടത്തിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. വീട് കുത്തിത്തുറന്ന് നടത്തിയ തെളിയാത്ത കവർച്ചാ കേസുകളുടെ കേസ് ഡയറികൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇത്തരത്തിൽ വാരത്ത് വീട്ടിൽ നിന്ന് 40 പവനോളം സ്വർണം കവർന്ന ഒരു കേസുണ്ട്. ഇതിൽ ഇതുവരെ പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. സമാനമായ ഒരു കേസ് തന്നെയാണ് ഇതെന്ന ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുകയാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ലിജേഷിന് പങ്കുണ്ടോ എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതും ഈ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ ചോദ്യം ചെയ്യുമ്പോൾ പ്രധാനമായും പോലീസ് അന്വേഷിക്കാൻ പോകുന്ന ഒരു കേസ് ഈ വാരത്തെ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിന്റെ അടക്കം വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ച് വരികയാണ്. ലിജേഷിന്റെ ഫോൺ പരിശോധനയിൽ കവർച്ച നടത്തേണ്ട രീതികളെ കുറിച്ച് സൈറ്റുകൾ സെർച്ച് ചെയ്തതായും പോലീസ് കണ്ടെത്തി. ഇത്തരത്തിൽ നിരവധി കവർച്ചകൾ ഏത് രീതിയിൽ നടത്തണം എന്നതിനെ കുറിച്ചുള്ള ചില പരിശോധനകളൊക്കെ ലിജേഷ് നേരത്തെ മുതൽ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥിരമായി കവർച്ച നടത്താനുള്ള ഒരു ടെൻഡൻസി ഈ ലിജേഷിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വെൽഡിംഗ് തൊഴിലാളിയാണ് ലിജേഷ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ടൂളുകൾ ഇയാൾ താമസിക്കുന്ന വീട്ടിലും തൊട്ടടുത്ത പഴയ വീട്ടിലും സൂക്ഷിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതും കവർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഉളി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അത് എടുക്കാൻ വീണ്ടും അഷ്റഫിന്റെ വീട്ടിൽ ലിജേഷ് എത്തിയതാണ് ഈ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അത്തരമൊരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റുന്നതായിരുന്നു. അതുവരെ ഉത്തരേന്ത്യൻ സംഘത്തെ വരെ പോലീസ് സംശയിച്ചിരുന്നു. കുറുവ സംഘം കവർച്ചയ്ക്ക് എത്തിയോ എന്നും പോലീസ് പരിശോധന നടത്തി. കോഴിക്കോട് മുതൽ മംഗലാപുരം വരെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും പ്രൊഫഷണൽ സംഘത്തെ സംശയിച്ചായിരുന്നു. പുറമേ നിന്നുള്ള സംഘമാണെങ്കിൽ ഇത്രയും വലിയ ഒരു കവർച്ച നടത്തിയിട്ട് വീണ്ടും അതേ വീട്ടിൽ എത്തില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതോടെയാണ് അഷ്റഫിന്റെ വീടിനെ കുറിച്ചും അഷ്റഫ് നാട്ടിൽ ഉണ്ടാകില്ല എന്ന് അറിയുന്നവരുമാകാം ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്ന നിഗമനത്തിലേക്ക് ACP TK രത്നകുമാറിന്റെയും വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എത്തിയത്. ഈ അന്വേഷണ രീതി ഇതോടെ പോലീസ് പാടെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. CCTVയിൽ കണ്ട കഷണ്ടി തലയുള്ള ആളിന് സമാനമായ ഒരു ഡമ്മി ഉണ്ടാക്കിയ പോലീസ് അന്വേഷണം നടത്തി. സമാന കേസുകളിൽ വേറെ ഉണ്ടോ എന്ന് പരിശോധിച്ചു. കീച്ചേരി കവർച്ചയെക്കുറിച്ച് SI P ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഇതിനിടയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സൂചിപ്പിച്ചു. ഇതിന്റെ കേസ് ഡയറിയും CCTV ദൃശ്യങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു. വിരലടയാളം എടുത്തു വെച്ചു. അഷ്റഫിന്റെ വീടിന് സമീപത്തുള്ളവരുടെയും തൊഴിലാളികളുടെയും അടക്കം വിവരങ്ങൾ ശേഖരിച്ചു. ഇതിൽ ലിജേഷിന്റെ ഒരു CCTV ദൃശ്യം പോലീസിന് കിട്ടി. ഇത് ചെറിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നതായി. ലിജേഷിനെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്തു. വിരലടയാളം എടുത്തു. ലിജേഷിന്റെ ഫോൺ സംഭവം നടന്ന ദിവസങ്ങളിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു. ഇത് സംശയം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഫോൺ പരിശോധിച്ചതിൽ കവർച്ചകളെ കുറിച്ചുള്ള
സെർച്ച് ഹിസ്റ്ററി കിട്ടി, ഫോൺ പോലീസ് വാങ്ങിവെച്ചു. ഇതിനിടയിൽ കീച്ചേരി കവർച്ചയുടെ ഫിംഗർ പ്രിന്റും ലിജേഷിന്റെ ഫിംഗർ പ്രിന്റും തമ്മിൽ സാമ്യം കണ്ടു. ഇതോടെയാണ് പ്രതി ലിജേഷ് ആണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭവനവേദന കേസിനാണ് ഇതോടെ തുമ്പുണ്ടാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു അന്വേഷണ രീതിയായി കേരള പോലീസിന് തന്നെ ഒരു പൊൻതൂവലായുള്ള ഒരു അന്വേഷണം. കാരണം ഒരു ഗോൾഡൻ അവർ നഷ്ടപ്പെട്ടിട്ട് പോലും ഈ പ്രതിയിലേക്ക് കൃത്യമായി എത്താനും ഈ കവർച്ച ചെയ്ത സ്വർണവും പണവും അടക്കം ഈ പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും കാരണമായി. എന്തായാലും ഈ പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതും ഏറെ നിർണായകമാണ് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്ന് തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അഷ്റഫിന്റെ വീട്ടിൽ അതോടൊപ്പം തന്നെ കീച്ചേരിയിലെ വീട്ടിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഉടൻ തന്നെ നീങ്ങും. മറ്റ് കവർച്ചാ കേസുകൾക്കും തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘമുള്ളത്. അർജുൻ.